അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇന്ന് വരും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരത്തെ ഇന്നലെ 9 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം വീട് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ ഇന്ന് 3:30ക്കാണ് റിസൾട്ട് വരുന്നത്. അപ്പം കാണാം. കഴിഞ്ഞ വർഷം ഈ മുഴുവൻ സ്കോർ ലഭിച്ച കുട്ടികൾ 41 പേർ. 2026 എക്സാം MS കേരള PRD നോക്കാൻ പോവാ. അപ്പം കറക്റ്റ് 29 ആയിട്ടുണ്ട്. അപ്പം ഞാൻ സൈറ്റ് എടുത്ത് ഡിജിലോക്കറിന്റെ സൈറ്റ് അസസ്മെന്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് ഇതിനുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസർമാരാണ് നടത്തുന്നത്. വൊക്കേഷണൽ കോഴ്സുകളുടെ തിയറി, ED, മാനേജ്മെന്റ് എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 389. മൂല്യനിർണയ ക്യാമ്പുകളുടെ എണ്ണം 8. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 25,259. വിദ്യാർത്ഥികൾ വിജയ ശതമാനം 87.30. വിജയ ശതമാനം കാസർഗോഡ് ജില്ലയിലെ പരീക്ഷ വിദ്യാർത്ഥികൾ 1082. യോഗ്യത നേടിയവർ 656. വിജയ ശതമാനം 60.63. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 13. 100% വിജയം നേടിയ എല്ലാ വിഷയങ്ങൾക്കും വിദ്യാർത്ഥികളുടെ എണ്ണം HSC എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് മുൻ വർഷം കുറവാണ്. ഏറ്റവും കൂടുതൽ ഫിസിക്സ് കെമിസ്ട്രി 198 ഫുള്ളാണ്. പഠനം പൂർത്തിയാക്കിയ സ്കൂളിൽ 3/6/26 സമർപ്പിക്കേണ്ടതാണ്. കെമിസ്ട്രി ഫുള്ള് ഇനി ഒന്നും പറയാനില്ല. ബയോളജിക്ക് 58 അപ്പൊ വരുമ്പോ 395. പിന്നെ ലാസ്റ്റ് വരുന്ന വിഷയം മാത്സാ. അത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫുൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ 46 മാർക്ക്. എനിക്ക് അങ്ങനെ അറിയാണ്ട് മാത്സിന് മാർക്ക് പറയുന്നത് എന്തായാലും. പക്ഷെ ഫസ്റ്റ് ഇയർ കൊള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പെർസെന്റേജ് നോക്കാം. ഇംഗ്ലീഷിന് 186, ഇതിന് മാത്സിന് 186, പിന്നെ 200 ഹിന്ദിക്ക്, പിന്നെ 193 ഫിസിക്സ്, 198 കെമിസ്ട്രി, 195 ബയോളജി. ഇങ്ങനെയാണ് മാർക്ക് വന്നിരിക്കുന്നത്. ഫുൾ A+ ഉണ്ട്. നമുക്ക് പെർസെന്റേജ് നോക്കാം. മാത്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പാടാണെങ്കിലും +1 നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്സിന് A+ കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും പേടിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നോർമലി എനിക്ക് മാർക്ക് കിട്ടുന്ന ഭയങ്കര പാടാണ്. എനിക്ക് ഇംഗ്ലീഷ് മാർക്ക് കിട്ടാൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഗ്രാമറൊക്കെ പോയതുകൊണ്ടിരുന്നിട്ടാ പോയെ. എങ്കിലും എനിക്ക് പേടിയായിരുന്നു. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിനുണ്ട് 1000 തന്നെ നമുക്ക് 156, 156, 198, 195. 96.5%. ഇതാണ് എന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് +1 റിസൾട്ട് കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയോ? മാത്സ് ഒക്കെ എങ്ങനെയുണ്ട് റിസൾട്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ മാത്സ് എനിക്ക് 46 വന്നേക്കുന്നത്. അപ്പം ഞാൻ അന്നേ പറഞ്ഞായിരുന്നു അത്യാവശ്യം മാർക്ക് കുറയുമെന്ന്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ഇനി റിവാലുവേഷൻ അങ്ങനെയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻസ് എന്നുള്ള ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.